ഇത് നമ്മളെ ഏറ്റവും ലോക്കൽ ക്വാളിറ്റി, നമ്മൾ 50 റുപ്യക്ക് ഉണ്ടാക്കുന്ന ക്വാളിറ്റിയാണിത്. ഇതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് എല്ലാം കൂടിയിട്ട് 50 രൂപ. ഇതാണ് നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കാന്ന് പറയുന്ന ബിരിയാണി. എങ്ങനെയുണ്ട് നിങ്ങൾ കഴിച്ചിട്ട്? എന്താ അവസ്ഥ? ജസ്റ്റ് അരമണിക്കൂർ കൊണ്ട് കുക്ക് ചെയ്ത് ദം ചെയ്ത ബിരിയാണിയാണ് 30 മിനിറ്റ്സ്. നമുക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യാം, ആളെ നിർത്തിക്കൊണ്ട് തന്നെ ബിരിയാണി റെഡി ആക്കിയിട്ട് കൊടുക്കാം. അതാണ് നമ്മൾ നാനോ ടെക്നോളജി. അത്രയും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബിരിയാണി വെക്കാം. എന്നാൽ ദം തന്നെ ചെയ്യാൻ പറ്റും. എഗ്ഗ്, ഒരു ഷീഖ് കബാബ് വേറൊരു പീസ് ഉണ്ട്, അതാണ് ശരിക്കും കൊടുക്കാറ്. ഒരു ലെഗ് പീസ് വേറെ, ഒരു ദം പീസ്, എഗ്ഗ്, സലാഡ്, അതിൻ്റെ അച്ചാർ. നമുക്ക് 50 രൂപയാണ് കോസ്റ്റ് വരിക. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പോൾ അവിടെ ആ ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒക്കെ ഇതേപോലെ നേരത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാണ്, ഇത് കറക്റ്റ് ആണോ, സത്യസന്ധമാണോ, അത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വെച്ച് കാണിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് എടുത്ത് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളെവിടെ ശരിക്കും സ്ഥലമൊക്കെ? വടകര നാദാപുർ. ഇപ്പൊ എന്താ പ്ലാനിലാണ് വന്നിട്ട്? നമ്മള് ബിരിയാണി കമ്പനീന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫ്രാഞ്ചൈസിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ പുതിയ തുടങ്ങാൻ പോകുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ അതിൽ കാര്യങ്ങൾ അറിയാം. ആയിക്കോട്ടെ. എങ്ങനെ ബിരിയാണി നിങ്ങളെ ഒരു ബിരിയാണി മെന്റലി ഇതാണ് നമ്മൾ ഏറ്റവും ലോക്കൽ ബിരിയാണി. ഇനി ഇതിനേക്കാളൊക്കെ ക്വാളിറ്റി കൂടിയ ബിരിയാണികളാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും താഴെയുള്ളത്. അപ്പൊ ഏറ്റവും താഴെയുള്ളത് എങ്ങനെയുണ്ട്? നമ്മളെ നാട്ടിലോടില്ലേ, ഓടാൻ സാധ്യത ഉണ്ടോ? ടേസ്റ്റ് വൈബ്സ് തലശ്ശേരിന്റെ ഇതിലാണ് നമ്മളല്ല, അതിന്റെ ബൗണ്ടറിയിൽ വരുന്ന. ഇനി ഇതിനേക്കാളൊക്കെ മറ്റുള്ള ബിരിയാണികളൊക്കെ ഭയങ്കര ഒരു ഫീലായിരിക്കും ഇനിയുള്ള നമ്മളെ അടുത്ത ബിരിയാണി. പിന്നെ നമ്മള് ഹൈ ക്വാളിറ്റി ഉള്ള ഒരാൾ കഴിച്ചാൽ അപ്രിസിയേഷൻ തരുന്ന രീതിയിലുള്ള ക്വാളിറ്റിയാണ് നമ്മള് ഇനിയുള്ള ബിരിയാണികൾ അതിന്റെ അടുത്തടുത്ത്. പിന്നെ നമ്മൾ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും കൂടിയിട്ടാണ് ഇതിനെ വെക്കാൻ പഠിപ്പിക്കുക. അപ്പൊ നമ്മളൊരു കടയിൽ വന്ന ഒരു സാധാരണക്കാരനെ 80% ആൾക്കാരും സാധാരണക്കാരാണ്. അപ്പൊ ഒരു 80, 90, 100 രൂപ മുതൽ അങ്ങോട്ട് പിടിച്ചാല് 250 രൂപ വരെയുള്ള ബിരിയാണിയും അതിന്റെ ഡിസൈൻസും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും കൂടിയിട്ടാണ് നമ്മളെ ബിസിനസ്. വെറും 5 കിലോ ബിരിയാണി നിങ്ങൾ അവിടെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് 3000 മുതൽ 5000 രൂപ വരെ കൊണ്ടുപോകാവുന്ന രീതിയിലാണ്, പ്രോഫിറ്റ് എടുക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ഡിസൈൻ. വേറെ എന്താ ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ദുബായിൽ, ഗൾഫിലോ? ഓക്കെ. അപ്പോൾ നിങ്ങളെ ഫ്രാഞ്ചൈസിന്റെ പരിപാടി എങ്ങനെയാണ്? അത് നമ്മൾ ഒരു 1.5 ലക്ഷം രൂപ മുതൽ മുകളിലേക്കാണ്. അതിന്റെ ഡിസൈൻസ് നിലവിൽ അയച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. ആ കിച്ചൺ അടക്കമുള്ള സെറ്റിങ്സ് ആണ് ചെയ്ത് കൊടുക്കുക. ടേക്ക് അവേ കൗണ്ടർ മോഡലുണ്ട്, പിന്നെ 4 സീറ്റിങ്ങുകളുണ്ട്. നമ്മളെ ഇത്ര ഉണ്ടാവും സ്പേസ്. അത് ഡിപ്പെൻഡ് സ്പേസ് അനുസരിച്ചാണ് നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ. 1000 സ്ക്വയർ ഫീറ്റ്. അതിന്റെ ഫ്രണ്ട് എത്ര ഉണ്ടാവും? ഫ്രണ്ട് ഇങ്ങനെയുള്ളൊരു റൂമാണ്. അല്ല, മുൻഭാഗം 10 അടി 20 അടി അങ്ങനെ ഉണ്ടാവുമല്ലോ. ഫ്രണ്ട് ഭാഗം, മുൻഭാഗം ഇപ്പൊ ഓപ്പൺ സൈഡ് 2 ഷട്ടർ ആയിട്ട് വരും. 2 ഷട്ടർ 20 അടി, 20 അടി സൈസ്. ബാക്കിൽ കിച്ചണായിട്ട് ഫ്രണ്ടിലേക്ക് ഇരിക്കാവുന്ന സൗകര്യത്തിൽ ചെയ്യാം. പിന്നെ നിങ്ങള് ബിരിയാണി കൂടാതെ ബിരിയാണി ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സൈസ് ആണെങ്കിൽ 300 സ്ക്വയർ ഫീറ്റ് മുതൽ കുറച്ച് ബ്രോസ്റ്റ്, ചില്ലി ചിക്കൻ, ഷവായി, വ്യത്യസ്തരം മന്തികൾ, അല്പം ബേക്സ് ഉണ്ടാവും, കുനാഫ, അങ്ങനത്തെ സാധനങ്ങൾ, ഡോണറ്റ്സ്. അല്ല, അതിലേക്ക് നമ്മൾ നീങ്ങാറില്ല. വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സംഗതി അയാള് നിങ്ങൾ പരിശീലിപ്പിക്കും, അല്ല നിങ്ങളാണോ തന്നെ നിങ്ങളെ പരിശീലിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് അതവിടെ കൺട്രോൾ ആവണം. കുറെ ഡിഷുകൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ ആള് ചെയ്യും ബിരിയാണി. അപ്പൊ നിങ്ങൾ ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ സൗജന്യമായിട്ട് ട്രെയിനിങ് തരും 10 days 20 days. എന്നിട്ടാണ് നമ്മൾ ആ ഫ്രാഞ്ചൈസി നിങ്ങളെ ഏൽപ്പിക്കുക. ട്രെയിനിങ് എടുക്കാത്തവരെ നമ്മൾ ഫ്രാഞ്ചൈസിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ തുടങ്ങിയാൽ അയാൾ പരാജയപ്പെടുന്ന ഒന്നെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്ത ആളുകളെ തരും, പിന്നെ നടത്തുന്ന ഓണർ മസ്റ്റായിട്ടും മിനിമം ട്രെയിനിങ് എടുത്തിരിക്കണം.
അയാള് അക്കൗണ്ട്സ് ആണ് മാനേജ് ചെയ്യുന്ന ആള്. മിനിമം എടുത്തിരിക്കണം. നിങ്ങൾക്ക് അതിനെ കുറിച്ച് നല്ലൊരു വിവരം അവബോധമൊക്കെ ഉണ്ടാവണം. പിന്നെ നമ്മൾ അതിനകത്ത് കയറിയിട്ട് അതെല്ലാ ഫീൽഡിലും അല്ല, അതില്ലാത്തതുകൊണ്ടാണ് കുറെ സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്നത്. അപ്പൊ അതിന്റെ അക്കൗണ്ട്സ് മുതലെല്ലാം ഞങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ച് ട്രെയിനിങ് തന്നിട്ടേ വിടുള്ളൂ. കാരണം നമ്മളെ ഫ്രാഞ്ചൈസി തന്നാൽ ഫ്രാഞ്ചൈസിയുടെ പിന്നെ അവിടുന്ന് ഒരു പെർസെൻറ്റേജ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആ ആൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മളിപ്പോ ഫ്രാഞ്ചൈസി ഫീസ് മേടിക്കണില്ല. ആ കട ഷോപ്പ് ചെയ്യാനുള്ള ആ ഫീസ് മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഒരു സെൻട്രൽ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 100 കടകൾ നമ്മൾ ബ്ലോഗേഴ്സിനെ വിളിച്ച് വീഡിയോ ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100 ഷോപ്പ് ഓൾറെഡി നമ്മളുമായി ടൈപ്പിലുണ്ട്. അപ്പോൾ ഒരാൾ 1000 എടുത്താലും ഈ പറഞ്ഞ ബ്ലോഗർമാർ 1 ലക്ഷം കൊടുത്തിട്ടുള്ള ബ്ലോഗറെ പോലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബ്ലോഗർ ചെയ്യുമ്പോൾ അത് ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ മുഴുവൻ അയാളുടെ വാച്ചേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ കാസർഗോഡുള്ള ഒരാൾ ബ്ലോഗിങ് ചെയ്യുമ്പോൾ കാസർഗോഡ് തിരുവനന്തപുരത്തുള്ള ബിസിനസ് കിട്ടില്ല. ഒരാള് ഞാനൊക്കെ കാസർഗോഡ് ഏതോ കാലത്ത് വന്നതാണ്. അപ്പോൾ എൻ്റെ ബിസിനസ് ആ ബ്ലോഗറെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിന് വാട്സ് ഇല്ല. അത് എനിക്ക് ഉപയോഗപ്രദമല്ല. നേരെ മറിച്ച് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലോഗർ ഓൾ കേരള ഓൾ ഇന്ത്യ ഈ ബിരിയാണി കിട്ടും. നിങ്ങൾ ഏത് ഏരിയയിലാണോ ആ ഏരിയയിലത്തെ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ ബന്ധപ്പെട്ട കിട്ടും എന്ന് പറഞ്ഞാൽ ഉടനടി നിങ്ങളെവിടെ സ്ഥലം കറക്റ്റ്? കണ്ണൂരിലെ കോഴിക്കോട് ജില്ലയിലെ വടകര നാദാപുരം. അപ്പൊ ആ നമ്പറിൽ ബന്ധപ്പെട്ട ഉടനെ ആ നമ്പറിലേക്ക് ആ നമ്പർ അവിടെ ട്രാൻസ്ഫർ ആവും. അപ്പൊ ഒരൊറ്റ പരസ്യം കൊണ്ട് ഇത്രയും ആളുകളുടെ ഉള്ളിലേക്ക് ഒറ്റയടിക്ക് എത്തിയില്ലേ? അപ്പൊ അങ്ങനെ പിന്നെ ഇതെന്ന് വെച്ചാൽ നിത്യാഹാരമാണ്. ഇപ്പൊ ബ്രോസ്റ്റ് സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ട വായ പൊട്ടുക കുടലിന് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. നിത്യം കഴിക്കാൻ പറ്റില്ല. നമ്മളെ ഫുഡ് വെച്ചാൽ നിത്യവും കഴിക്കാൻ പറ്റില്ല. 2 നേരവും ഈവൻ കഴിക്കാം. പിന്നെ നമുക്കൊരു ഡീസന്റ് പ്രോഫിറ്റ്. നമ്മൾ നാട്ടിലെ സാധാരണക്കാർ 80-90% മുൻനിർത്തിക്കൊണ്ടാണ് ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹാംഫുൾ അല്ല. സാധാരണ നിങ്ങൾ ബിരിയാണി കഴിച്ചാൽ നിങ്ങൾ കയ്യുമാകുന്ന നെയ്യാവും. പിന്നെ നിങ്ങൾ കഴിച്ച ഒരു 10 സോഡ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പെപ്സി മുഴുവൻ കുടിക്കേണ്ടി വരും. നിങ്ങളിത് കഴിച്ചിട്ട് കൈ എടുക്കുമ്പോൾ സോപ്പ് പോലും വേണ്ട. ഒന്ന്. രണ്ടാമത് നിങ്ങൾ ഇന്നിപ്പോൾ സുഖമായിട്ടും കിടന്നുറങ്ങാം. മറ്റുള്ള ഒരു ഇറിറ്റേഷനും നമുക്ക് ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈവൻ എൻ്റെ വീട്ടിൽ ഡെയിലി ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വളരെ യൂസർ ഫ്രണ്ട്ലി. പണ്ട് ബിരിയാണി വെക്കാന്ന് പറയുമ്പോൾ ആദ്യം സബോള കട്ട് ചെയ്ത് പപ്പടം വരുവാകും. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു. അല്ലെ, 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ദമ്മിങ് പ്രോസസ്സിലേക്ക് എത്തിക്കുക. അതിനെ ഒരാളുണ്ടെങ്കിലേ ഒരു 3 കിലോ മുതൽ 10 കിലോ ബിരിയാണിയൊക്കെ അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ചിക്കനും അരിയും പ്രസൻസിലുണ്ടെങ്കിൽ. നിങ്ങളെന്താ നിങ്ങൾ ബഡ്ജറ്റ് കണ്ടിട്ടുള്ള? ബഡ്ജറ്റ് ഈ സ്പേസിൽ ഒരു അല്ല, സ്പേസ് ഡിപ്പെൻഡ്. 1 സ്ക്വയർ ഫീറ്റ് നമുക്കൊരു 1500 റുപ്പീസ് വരെ എക്സ്പെൻസ് വരും. 1500 എല്ലാം കൂടിയിട്ട് A to Z ഇന്റീരിയൽ, അതിന്റെ കട സ്റ്റാർട്ടിങ് അടക്കം. കട റൺ ചെയ്ത് ആദ്യത്തെ പരസ്യം വരെ കൊടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്ന രൂപത്തിലുള്ള ഡിസൈൻ ഫൈനൽ ചെയ്തിട്ട് നമ്മൾ ഇട്ട് തരും. 1500 സ്ക്വയർ ഫീറ്റ്. അതിനകത്ത് എല്ലാം. അപ്പോ 1000 സ്ക്വയർ ഫീറ്റില് 1000 ആണെങ്കിൽ 15 ലക്ഷം രൂപയോളം വരും. പിന്നെ ഇന്റീരിയലിൽ തന്നെ നോർമൽ ഉണ്ട്, പ്രീമിയം ഉണ്ട്, അൾട്രാ പ്രീമിയം ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കമ്പനിയുടെ ഇത് ഒരിക്കൽ ഇനി പെയിന്റ് പോലും അടിക്കരുത് 10 വർഷത്തേക്ക്. ആ രീതിയിലാണ് ഞങ്ങള് ഫ്ലോറ് ചുമരടക്കം ടൈലിട്ട്. ഒരു മെയിൻ്റെനൻസ് ഇപ്പൊ അടുത്ത കാലത്തൊന്നും വരാനേ പാടില്ല. നിലവില് ചെയ്ത ഷോപ്പുകളുണ്ട്. നിങ്ങൾക്ക് അഡ്രസ്സ് തരാം, പോയി നോക്കാം. ആ രീതിയിൽ അത് കണ്ടാൽ മനസ്സിലാവല്ലോ നമുക്ക് ഏകദേശം വലിപ്പവും കാര്യങ്ങളും നിങ്ങൾ ചെയ്ത. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഈ ഭാഗത്ത് കോഴിക്കോട് അത് അഡ്രസ് തരാം. ഓരോ ഷോപ്പുകളും ഓരോ രൂപത്തിലാണ്. പിന്നെ ഇവിടെ തന്നെ ഷോപ്പ് ഒന്ന് ജസ്റ്റ് ആ രീതിയിലൊന്ന് കണ്ടാൽ മതി. താഴെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് ഇന്റീരിയറിലെ ഏകദേശം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടാവില്ല. കാരണം തീരെ മെയിൻ്റെനൻസ് വരരുത്. വളരെ ക്ലീൻ ആയിരിക്കണം. കണ്ടാൽ സൂപ്പർ ആയിരിക്കണം.
അങ്ങനെ ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷൻ ഉണ്ടോ? അതൊക്കെ അപ്പൊ ഒരാൾക്ക് കഴിക്കാൻ ഒരു 400 to 550 ഗ്രാമാണ്. നിങ്ങൾക്ക് തന്നത് 500 ഗ്രാമാണ്. 450 റെഡി. ടേസ്റ്റ് ആകാൻ മാറ്റാം. അപ്പൊ അത് ഒരാൾ കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? ഈ ക്വാണ്ടിറ്റിക്കാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് റേഷ്യോ. ഇതാണ് നമുക്ക് 50 രൂപയ്ക്കുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മസാല മീൻസ് ടോട്ടൽ റെസിപ്പി ഒരു ബിരിയാണി. നമ്മളിപ്പോ ഒരു മിനിമം എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടി വരും? അല്ല, നമ്മളെ സംബന്ധിച്ച് 100 സ്ക്വയർ ഫീറ്റിലും ചെയ്തു തരും. അപ്പൊ ഡൈനിങ് ഉണ്ടാവില്ല? ഇല്ല, 300 സ്ക്വയർ ഫീറ്റ് ആകുമ്പോ ഇന്നർ ഡൈനിങ് തരും. 300 സ്ക്വയർ ഫീറ്റ് ഒരു മുറിയില്ല. 300 ഷട്ടർ. ഒരു ഷട്ടറോ 2 ഷട്ടറൊക്കെ ചിലപ്പോൾ വരും. ഡിപ്പെൻഡ് റൂമിന്റെ സൈസ് അനുസരിച്ചിട്ട്. 300 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ നമുക്കൊരു 12 സീറ്റ് വരെ അതിലേക്ക് ഇടാൻ പറ്റും. കിച്ചൺ കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശം ഒരു 10,000 മുതൽ 20,000 രൂപയുടെ ഉള്ളിലുള്ള ബിസിനസ്സാണ് അതിൽ ചെയ്യാം പെർ ഡേ. എത്ര സ്ക്വയർ ഫീറ്റ്? അതെ, 300 സ്ക്വയർ ഫീറ്റ്. ആ ഒരു ഡിസൈൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അപ്രോക്സിമേറ്റ് ഒരു 3,000 മുതൽ 5,000 രൂപയെങ്കിലും പെർ ഡേ എടുക്കാൻ പറ്റും, മാറ്റാൻ പറ്റും. ചെലവ് കഴിഞ്ഞു നമ്മൾ 50% പ്രോഫിറ്റ് വരുന്ന രൂപത്തിലാണ് എല്ലാ ഡിസൈനും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ചിലതിന് 70% വരെ നമുക്ക് കിട്ടും. നമ്മൾ ദം ചായ ഉണ്ട്, അത് ഏരിയ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അലോഡ് ചെയ്യാറുള്ളൂ. നമ്മളെല്ലാം കൂടി വലിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയും ക്വാളിറ്റിയും ഒക്കെ നഷ്ടപ്പെടും. അത് നമ്മൾ ചെയ്യില്ല. നമുക്ക് ബിസിനസ് ചെയ്ത് ആളുകൾക്ക് എപ്പോഴും കഴിക്കാൻ പറ്റണം, പ്രോഫിറ്റ് ഉണ്ടാവണം. കുക്കിന് മാത്രമേ കുക്കിന് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തരും. പിന്നെ ഈ നമ്മൾ സെൽഫ് സർവീസ് ആണ് പ്രൊമോട്ട് ചെയ്യണത്. 1500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ സെൽഫ് സർവീസ് ആണ്. യെസ്. KFC, ഡൊമിനോസ് ഒക്കെ ചെയ്യുന്ന അതേ സിസ്റ്റം. അത് നിങ്ങള് ഇവിടെ ഡിസൈൻ ചെയ്ത് ഷോപ്പ് തന്നെ റണ്ണിങ്ങിലല്ല? അങ്ങനെയുണ്ട്, അല്ലാത്തതുണ്ട്. നിങ്ങൾക്ക് അഡ്രസ്സ് തരാം, പോയി കണ്ടോളൂ. തിരുവനന്തപുരത്തൊക്കെ സെൽഫ് സർവീസിന്റെ നിലവിൽ 40 കിലോ ബിരിയാണി ഡെയിലി പോകുന്ന ഷോപ്പിന്റെ അഡ്രസ്സ് തരാം, പോയി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. സർവീസ് ഉള്ളതുകൊണ്ട് സർവീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളായിട്ട് ടൈപ്പ് ഉള്ളത്. ഒറ്റയടിക്ക് എനിക്ക് അഡ്രസ്സ് തരാം, നിങ്ങൾ ഓഫീസിൽ ബന്ധപ്പെട്ട പർട്ടിക്കുലർ ആയിട്ട് ആ അഡ്രസ്സ് എടുത്തിട്ട് ട്രൈ മീൻസ് നോക്കാം. നമ്മള് ഇപ്പൊ ഏകദേശം 100ന്റെ ഉള്ളിലുണ്ട്. അത് കോഴിക്കോടും ഉണ്ട്, വയനാടും ഉണ്ട്, കാസർഗോഡൊക്കെ ഉണ്ട്. പല പല സ്ഥലങ്ങളിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പല പല രീതിയിലാണ് അവർ ചെയ്യുന്നത്. നമ്മളൊരു യുണീക്ക് ഡിസൈൻ ഇപ്പോഴാണ് കൊണ്ടുവന്നത്. ഫ്രാഞ്ചൈസിക്കുള്ള ഡിസൈൻ ഇപ്പോഴാണ് അഡ്രസ്സിൽ വരുന്നത്. മറ്റു മസാല ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടും ബിസിനസ് ചെയ്ത് മാസം 1 ലക്ഷം 2 ലക്ഷം സമ്പാദിക്കുന്നവരെ അഡ്രസ്സ് നിങ്ങൾക്ക് തരാം. നമുക്ക് പോവാം, അവരായിട്ട് കാണാം, അവരുടെ കച്ചവടം നോക്കാം. പിന്നെ അതിന് നിങ്ങൾക്ക് പരിശീലനം ഉണ്ട്. ആ പരിശീലനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിലവില് റൂമുണ്ടോ? നിലവില് റൂമില്ല, നമ്മള് ട്രൈ ചെയ്യുന്നുണ്ട് രീതിയിലുള്ള. ഇപ്പൊ ഏത് ഏരിയയിലാണെന്നുള്ള നമ്മളെ ഫുഡിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. നമുക്ക് വാഹനങ്ങളൊക്കെ പോകുന്ന സപ്പോസ് പാർക്കിംഗ് കുറച്ച് ലെസ് ആണെങ്കിൽ പോലും നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ആവും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെയാണ്. ഈ ഒരു ബക്കറ്റ് ബിരിയാണി അതൊക്കെ നിങ്ങൾക്ക് സ്ഥലം അനുസരിച്ച് ആഡ് ചെയ്യാം. അതിന്റെ ഡിസൈൻ ഒക്കെ തമിഴ്നാട്ടിലെ ബക്കറ്റ് ബിരിയാണി. അതെ അതെ. അല്ല, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ ആ ഡിസൈൻ പറഞ്ഞു തരും, നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ കിലോ ബിരിയാണി ഉണ്ട്, ബക്കറ്റ് ബിരിയാണി ഉണ്ട്, ഓഫർ ബിരിയാണി ഉണ്ട്. അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മളിവിടുന്ന് പഠിപ്പിച്ചു തരും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഫ്രാഞ്ചൈസിന്റെ കാര്യങ്ങൾ. ഫ്രാഞ്ചൈസിയാണ്. പിന്നെ ഫ്രാഞ്ചൈസിയിലേക്ക് ആവശ്യമുള്ള സ്റ്റാഫിന് ട്രെയിൻ ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ആൾക്കാരെ അയച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് അതിനൊരു വിങ് ഉണ്ട്. പിന്നെ ഡിപ്പെൻസ്. പിന്നെ ലെസ് സ്റ്റാഫ് ബിഗ് പ്രോഫിറ്റ്, അതാണ് നമ്മളെ മുദ്രാവാക്യം. പിന്നെ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഒരു 2,000-3,000 രൂപ മാറും. സെൽഫ് സർവീസിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്.
ഇത് കുറെ സ്റ്റാർ കുറെ അല്ല, ഇത് ഇവിടെ ഒരു 1.5 വർഷമായിട്ടുണ്ട്. നമ്മളൊരു 8 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ഈ ഫീൽഡിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും. കാര്യങ്ങളൊക്കെ. പേരൊന്നും ബുഹാരി. മുസ്തഫ. നിങ്ങളെവിടെ? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഇതാണ് എന്റെ. ഇവിടെ തന്നെ? ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഇത് ട്രെയിനിങ് മറ്റു പരിപാടികളും ചെയ്യുന്നത്. ഇപ്പോ മറ്റു ജില്ലയിൽ നിന്നെല്ലാം ഇവിടെ തന്നെ? എല്ലാ ജില്ലയിൽ നിന്നും ഇന്റർനാഷണൽ, കാനഡ, ഓസ്ട്രേലിയ, ദുബായ് എന്നൊക്കെ ആൾക്കാർ പോരുന്നുണ്ട്. ഈ അങ്ങാടിപ്പുറത്ത്? ഇവിടെ തന്നെ വരാറുണ്ട്. അപ്പൊ പുറത്തൊരു 5-6 സ്ഥലത്ത് ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മളെ ബിരിയാണീസ്. നിങ്ങൾ ഇവിടുന്ന് ട്രെയിൻ ചെയ്യുന്ന എന്തൊക്കെയാ? ഇവിടെ മെയിൻ ബിരിയാണി ഫോക്കസ് ചെയ്തിട്ടാണ്. കാരണം ബിരിയാണിക്കാണ് ഏറ്റവും ഡിമാൻഡ്. ഒരു കല്യാണമോ എല്ലാം അവിടെ പഠിപ്പിക്കും. അത് അപ് സെല്ലിങ് ക്രോസ് സെല്ലിങ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യം വരും. ബ്രോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താ അവിടെ പോവാ, അതിനനുസരിച്ച് നമ്മള് സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുക. അറബിക്ക് എന്തെങ്കിലും മന്തികളെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ കബാബ്, ഷീക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ. നമുക്ക് കുറഞ്ഞ 1-2 ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഡിപ്പാർട്ട്മെന്റ് വരെ ഉണ്ട് ഹോട്ടലില്. അപ്പൊ ഒരു 6 ഡിപ്പാർട്ട്മെന്റ് വരെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് വിടുക. ആവശ്യമില്ലാതെ സ്റ്റാഫിങ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് അപ്പുറത്ത് പോകും. പിന്നെ നിങ്ങൾ അവര് റൂം അറിയണം, അങ്ങനെ അങ്ങനെ അത് കയറി വരും. ഇതൊക്കെയാണ് അതിന്റെ ഒരു ഫർദർ ഡീറ്റെയിൽസ്. സ്റ്റോപ്പണിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾ സ്ഥലം ഇല്ലെങ്കിൽ കണ്ടെത്താൻ ഞങ്ങൾക്ക് അതിനൊരു വിങ് ഉണ്ട്. അതിനൊരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഒഴിഞ്ഞിട്ടുള്ള ഷട്ടറുകളും ഇനി കൊടുക്കാനുള്ള കടകളുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ കംപ്ലീറ്റ് അടിച്ചു പറക്കിട്ട് നിങ്ങൾക്ക് തരും. അങ്ങനെ വിങ് ഉണ്ട്. ഓരോ സിറ്റിക്ക് അനുസരിച്ചിട്ട് 5,000 മുതൽ 15,000 രൂപ വരെ നിങ്ങൾ അതിന് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മളാൾ വന്നിട്ട് ഒരു 1 വീക്കിനകം അത് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് തരും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഫ്രാഞ്ചൈസി ഉണ്ട്, ഇപ്പൊ നിലവിലുണ്ടല്ലോ 2-3 എണ്ണം ഈ പരിസരത്തുണ്ട്. ഈ മോഡലിൽ ഈ ഡിസൈനിൽ ഇപ്പോഴാണ് വരുന്നത്. അല്ലാതെ ഏകദേശം 100ന്റെ ഉള്ളിലുണ്ട്. 100 എണ്ണത്തോളം ഇപ്പൊ ഉണ്ട്. ഏകദേശം ഓൾ കേരള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. മസാല ചെയ്യുന്നത് നമ്മളുടേതായിട്ടുള്ള അറബിക് ഡിഷുകൾ ചെയ്യുന്ന കടകളൊക്കെ ഉണ്ട്. നമ്മളെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ വിൻ ആയിരിക്കണം. അതുപോലെ ചെയ്യുന്ന ആൾ ഒരു കാരണവശാലും പരാജയപ്പെടാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്, പഠിപ്പിക്കുന്നത്. ഈ എക്സ്പെൻസ് അത് നെഗോഷ്യബിൾ ആണോ എന്നുള്ളത് അത് ഡിപ്പെൻസ്, ഏരിയ അനുസരിച്ചിരിക്കും. ചില വ്യത്യാസങ്ങൾ വരാം. ഫർണിഷിങ്ങും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം.